വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് CS ഡൈസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കേസിൽ പ്രഥമ ദൃഷ്ട്യാ കള്ളപ്പണ വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് EDയുടെ പ്രധാനപ്പെട്ട വാദം. കേസിന്റെ FIR അടക്കമുള്ള രേഖകൾ വേണമെന്ന EDയുടെ ആവശ്യം നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. ഇതിനെതിരെയാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. നിഷ, ഒരുപക്ഷേ കോടാനുകോടി ഭക്തർ ആഗ്രഹിക്കുന്ന, ഹിന്ദുവ സംഘടനകളൊക്കെ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശമാണ്. ഇതിലൊരു കേന്ദ്ര ഏജൻസിയുടെ ഇൻവോൾവ്മെൻറ്റ് കൃത്യമായി തന്നെ വേണം എന്നൊരാഗ്രഹവും അത് കൃത്യമായി തന്നെ ഈ സംഘടിത കൊള്ളയുടെ വിശദാംശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുമെന്ന് പ്രതീക്ഷയുമുണ്ട്. എന്താണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ശ്യാം, സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടാണ് ED ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസിൽ 2 FIRകൾ ആവശ്യപ്പെട്ട്, ഒപ്പം തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട മൊഴികളുടെ പകർപ്പുകളൊക്കെ ആവശ്യപ്പെട്ട് ആദ്യം ED സമീപിച്ചത് റാന്നി മജിസ്ട്രേറ്റ് കോടതിയെയാണ്. എന്നാൽ കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും സമാന്തര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് റാന്നി മജിസ്ട്രേറ്റ് കോടതി EDയുടെ ഹർജി തള്ളിയത്. വീണ്ടും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ED ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായൊരു നിലപാടുണ്ടായാൽ, അതായത് ഈ രേഖകളൊക്കെ EDക്ക് നൽകാൻ ഉത്തരവുണ്ടായാൽ അത് ഈ കേസിൽ വളരെ നിർണായകമാകും. കാരണം ശ്യാമ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ വലിയ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ED അന്വേഷണം തന്നെ വേണം. അതുകൊണ്ട് തന്നെ EDക്ക് രേഖകൾ കൈമാറാൻ ജസ്റ്റിസ് ഡയസിൻ്റെ ബെഞ്ച്, ഇന്ന് ജസ്റ്റിസ് ഡയസിൻ്റെ ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്. ഉത്തരവിടുകയാണെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണവുമായി ED മുന്നോട്ട് പോകും. കാരണം ഇത് പ്രഥമ ദൃഷ്ട്യാ ഉള്ള ഒരു അന്വേഷണത്തിൽ തന്നെ ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ED കണ്ടെത്തിയിരുന്നു. ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട് എന്നും ED നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും PMLA ആക്ട് അടക്കം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുള്ളതിൻ്റെ തെളിവുകളുള്ളതുകൊണ്ട് തന്നെ EDക്ക് കേസിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇന്ന് പരിഗണിക്കുന്നത്. ED റാന്നി ഹൈക്കോടതി ED നൽകിയ ഹർജി തള്ളിയതോടുകൂടിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ED ഹർജിയുമായി എത്തിയിട്ടുള്ളത്. ശ്യാം. യെസ് നിഷ, താങ്ക് യു. കൃത്യമായി തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം. ഈ സംഘടിത കൊള്ള കൃത്യമായി തന്നെ